രാവിലെയോ വൈകുന്നേരമോ ശ്രീകൃഷ്ണനെ ഓർത്ത്, ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ ഓർത്ത്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഓർക്കാം, അല്ലെങ്കിൽ വെണ്ണയെടുക്കുന്ന കൃഷ്ണനെ ഓർക്കാം. അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ. വളരെ ചെറിയൊരു മന്ത്രം. ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ. ആ നാമം ഒരു 108 വീതം നിങ്ങൾ ജപിക്കാമെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവാഭീഷ്ടമാണ് അതിൻ്റെ ഫലം. ഒരു വരം കിട്ടുന്നതിന് തുല്യമാണ്. ശ്രീകൃഷ്ണനെക്കുറിച്ച് നമുക്കറിയാം. കുചേലനെ കുബേരനാക്കിയതാണ്. എന്താ ശ്രീകൃഷ്ണനോട് ചോദിച്ചാൽ കിട്ടാത്ത? വിദ്യയ്ക്ക് ശ്രീകൃഷ്ണൻ പറ്റില്ലേ? യശസ്സിന്, സമ്പത്തിന്, ഐശ്വര്യത്തിന്, നന്മയ്ക്ക്, എന്തിനും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഉപാസന നമ്മുടെ കുടുംബത്തിൽ മേൽക്ക് മേൽ അഭിവൃദ്ധി നൽകുന്നതാണ്. അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ നാമം നിങ്ങൾ ഉച്ചരിക്കാമെങ്കിൽ ഇതിന് ഒരു വളരെ പ്രത്യേകതകളുണ്ട്, വളരെ ശക്തിയുണ്ട്. രാവിലെയോ വൈകുന്നേരമോ ശ്രീകൃഷ്ണനെ ഓർത്ത്, ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ ഓർത്ത്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഓർക്കാം, അല്ലെങ്കിൽ വെണ്ണയെടുക്കുന്ന കൃഷ്ണനെ ഓർക്കാം. അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ. വളരെ ചെറിയൊരു മന്ത്രം. ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ. ആ നാമം ഒരു 108 വീതം നിങ്ങൾ ജപിക്കാമെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവാഭീഷ്ടമാണ് അതിൻ്റെ ഫലം. ഒരു വരം കിട്ടുന്നതിന് തുല്യമാണ്. ശ്രീകൃഷ്ണനെക്കുറിച്ച് നമുക്കറിയാം. കുചേലനെ കുബേരനാക്കിയതാണ്. എന്താ ശ്രീകൃഷ്ണനോട് ചോദിച്ചാൽ കിട്ടാത്ത? വിദ്യയ്ക്ക് ശ്രീകൃഷ്ണൻ പറ്റില്ലേ? യശസ്സിന്, സമ്പത്തിന്, ഐശ്വര്യത്തിന്, നന്മയ്ക്ക്, എന്തിനും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഉപാസന നമ്മുടെ കുടുംബത്തിൽ മേൽക്ക് മേൽ അഭിവൃദ്ധി നൽകുന്നതാണ്. അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ നാമം നിങ്ങൾ ഉച്ചരിക്കാമെങ്കിൽ ഇതിന് ഒരു വളരെ പ്രത്യേകതകളുണ്ട്, വളരെ ശക്തിയുണ്ട്.